ഗൈസ്, നമ്മളിപ്പോ ഉള്ളത് കൊച്ചിയിലെ സുഭാഷ് ബോസ് പാർക്കിലാണ്. കൊച്ചി മറൈൻ ഡ്രൈവ് കാണാൻ വരുന്നവര് അവിടം വരെ വന്നിട്ട് ഇവിടെ കേറാതെ പോവരുത്. അത്രയും അടിപൊളിയായിട്ടുള്ള, എന്താ പറയാ, ഈ പാർക്ക് ഒരു ലോകം തന്നെയാണ് ഗൈസ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവിടെ എൻട്രി ഫീസ് ഒന്നുമില്ല, ഫ്രീ ആയിട്ട് നമുക്ക് വിസിറ്റ് ചെയ്ത് പോവാം. കുട്ടികൾക്കൊക്കെ പറ്റിയ ഒരുപാട് റൈഡുകൾ ഇവിടെ ഉണ്ട്. പിന്നെ ഗൈസ്, ഈ സ്റ്റെപ്പുകൾ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുന്നു. വെറുതെ കയറിപ്പോയി നോക്കി, അതേപോലെ ഇങ്ങോട്ട് തന്നെ പോന്നു. കാര്യമായിട്ട് അവിടെ ഒന്നുമില്ല. ഇവിടെ പരിപാടികളൊക്കെ നടത്താനായിരിക്കാം നല്ലൊരു ഓപ്പൺ സ്റ്റേജ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൊച്ചി മഹാരാജാവായിരുന്ന സർ ശ്രീരാമവർമ്മയുടെ സ്റ്റാച്യു ആണ് കേട്ടോ. ഇതെന്താ സംഭവം എന്നൊക്കെ മനസ്സിലായില്ല. ഞങ്ങളിങ്ങനെ നിന്ന് നോക്കിയതിപ്പോ എന്തായിരിക്കും, പക്ഷെ ഒരു പിടി കിട്ടണില്ല ഗൈസ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. പിന്നെ നമ്മൾ നടന്ന് ഈ കായലിന്റെ ഭാഗത്തോട്ട് എത്തുമ്പോ ഇവിടെ കുറെ കല്ലിലൊക്കെ കൊത്തിവെച്ച ശില്പങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ഇവിടെയുള്ള ഓരോ ശില്പങ്ങളും ഓരോ കാലഘട്ടത്തിന്റെ കഥ പറയുന്നുണ്ട്. ആഹാ, ഇത്ര വലിയ ചാരുകസേര കണ്ട ആർക്കായാലും ഒന്ന് ഇരിക്കാൻ തോന്നും അല്ലേ? കണ്ടാൽ തന്നെ നല്ല ഗൃഹാതുരത ഉണർത്തുന്ന ഈ കസേരക്ക് 12 അടി ഉയരമുണ്ട്. കണ്ടാ തോന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ നടന്ന് ഇവിടെ എത്തുമ്പോ ഇവിടെ നമുക്ക് കുറെ കപ്പിൾസിനെയും അതുപോലെ തന്നെ ജോലി തിരക്കുകൾക്കൊക്കെ ഇടയില് കുറച്ച് മനസമാധാനം കിട്ടാൻ വരുന്ന ഒരുപാട് ആൾക്കാരും നമുക്ക് കാണാൻ പറ്റും. ഈ കായൽ മുഴുവൻ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല വലിയ വാക്ക് ഇവിടെ ഉണ്ട്. ഇടയ്ക്ക് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കാൻ, നല്ല തിരക്കുകൾക്കിടയിൽ ഒന്ന് റിലാക്സ് ആവാൻ ഇതുപോലത്തെ വാക്ക്വേയിലൊക്കെ വാ, എന്നിട്ട് എൻജോയ് ചെയ്ത് പോവാ. അങ്ങനെ നടന്ന് ഇവിടെ എത്തുമ്പോ ഇവിടെ ചെറിയൊരു ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ട്. ബട്ടർഫ്ലൈസിനെ അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ട ചെടികളൊക്കെ ഇവിടെ നട്ടു വളർത്തിയിട്ടുണ്ട്. നമ്മൾ ചെന്ന സമയത്ത് അങ്ങനെ ഒരുപാട് ബട്ടർഫ്ലൈസിനൊന്നും കണ്ടില്ല, പക്ഷെ ഇവിടെ ഉണ്ടാവാറുണ്ട് പോലും. അങ്ങനെ നമ്മളിവിടെ ചുറ്റിക്കറങ്ങി സമയം പോയത് അറിഞ്ഞില്ല. നേരെ ഇരുട്ടാവാറായി. ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് തുടങ്ങി. പിന്നെ എന്താ രസം, നല്ല ക്യാൻഡിൽ ലൈറ്റ്സ് നിൽക്കുന്ന പോലെ പാർക്കിൽ നോക്കുമ്പോ അടിപൊളിയായിട്ടാണ് ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഇവിടെ ഇരുന്നാൽ നമുക്ക് കപ്പലുകളും അതുപോലെ വാട്ടർ മെട്രോ പോണതൊക്കെ കാണാൻ പറ്റും. അപ്പൊ മറൈൻ ഡ്രൈവിൽ വരുന്നവരൊന്നും ഇവിടെ കയറാതെ പോവരുത്. കുട്ടികളൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ പാർക്കിൽ വരുന്നവരൊക്കെ ഈ ടൈം നേരത്തെ നോക്കി വെക്കണം. ഈ ടൈമിലൊക്കെയാണ് പാർക്ക് ഓപ്പൺ ആയിരിക്കുക. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് സുഭാഷ് ബോസ് പാർക്കിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് അടിപൊളി വീഡിയോയിൽ നമ്മൾ ഇനിയും വരും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.